ലാൽസലാം സഹാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ രക്ഷാധികാരി, അഡ്മിൻ പാനൽ അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, കൂടാതെ ഈ കൂട്ടായ്മയുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങൾ, എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ. ഇന്ന് ജൂലൈ 5 മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ബേപ്പൂർ സുൽത്താൻ ശ്രീമാൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷം തികഞ്ഞു. 31-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് കുറച്ച് വാക്കുകൾ പറയാൻ എനിക്ക് അവസരം തന്ന, അതിന് എന്നെ തിരഞ്ഞെടുത്ത നമ്മുടെ കൂട്ടായ്മയോടുള്ള നന്ദി ഞാൻ ആദ്യമേ പറയുകയാണ്. ബേപ്പൂർ സുൽത്താനെ പോലൊരു മഹാസാഹിത്യകാരനെ, മഹാമേരുവിനെ അനുസ്മരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോയെന്നറിയില്ല. കാരണം ബഷീർ ഭാഷയ്ക്കും മേലെ വളർന്ന എഴുത്തുകാരനാണ്. ഭാഷയോളം വളർന്ന എഴുത്തുകാർ ഒരുപാടുണ്ട്, പക്ഷേ ഭാഷയ്ക്കും മേലെ വളർന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അതിലൊരാളാണ് ശ്രീമാൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ എഴുത്തിന് വേണ്ടി ഭാഷയ്ക്കുള്ളിൽ സ്വന്തം ഭാഷ കണ്ടെത്തിയ ആളാണ്. അത് അദ്ദേഹം ഭംഗിയായി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ബഷീർ സാഹിത്യം വായിക്കാൻ വലിയ ഭാഷാജ്ഞാനമൊന്നും വേണ്ട, അതിൻ്റെയൊന്നും ആവശ്യമില്ല. അത്യാവശ്യം മലയാളം വായിക്കാൻ അറിയുന്നവർക്ക് ബഷീർ സാഹിത്യം ആസ്വദിക്കാൻ കഴിയും. ബഷീർ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് നാടൻ സംസാര ഭാഷയാണ്, ലളിതമായ വാക്കുകളാണ്. വളരെയധികം ഗഹനമായ ആശയങ്ങൾ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഒരു അസാധാരണ പ്രതിഭ ആയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന് അക്കാദമിക് ബിരുദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5th ഫോം പറ്റിയാണ് അദ്ദേഹം പഠിച്ചേക്കുന്നത്. 5th ഫോമിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. 5th ഫോം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ഒരു 8ാം ക്ലാസ്സൊക്കെ 7, 8 വരുമെന്ന് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവകലാശാല, അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപകർ. ഇത്രയധികം അനുഭവ സമ്പത്തുള്ള സാഹിത്യകാരന്മാർ മനുഷ്യർ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടിറങ്ങിയതാണ്. പിന്നെ ലോകം ഒരുപാട് ചുറ്റി, ഒരുപാട് അനുഭവങ്ങൾ നേടി. ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം ഇത്ര ജനകീയമാക്കിയത്. ആ അനുഭവങ്ങളാണ് അദ്ദേഹം നമുക്ക് പകർന്നു തന്നത്. അദ്ദേഹം വൈക്കത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൈക്കം സത്യാഗ്രഹം നടക്കുകയാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ വൈക്കത്ത് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിജി വന്നു. ഗാന്ധിജിയെ കാണണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ പോയി. ഗാന്ധിജിയെ തൊട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പലപ്പോഴും പറയാറുണ്ട്. ഈ ഗാന്ധിജിയെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി മാറിയത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷനാവുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോടെത്തി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് അദ്ദേഹം വളരെയധികം ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ആ മർദ്ദനങ്ങളൊന്നും അദ്ദേഹത്തെ തളർത്തുകയല്ല ചെയ്തത്, മറിച്ചൊരു പോരാളിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ജയിലിൽ നിന്നിറങ്ങിയ ബഷീർ തിരിച്ച് കൊച്ചിയിൽ വന്നു അവിടെ മട്ടാഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ സൈനുദ്ദീൻ, അദ്ദേഹം അവരൊപ്പം അവിടെ ഭഗത് സിംഗിൻ്റെ മാതൃകയിൽ ഒരു തീവ്രവാദ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഈ സൈനുദ്ദീനൊത്ത് ഉജ്ജീവനം എന്നൊരു വാരിക തുടങ്ങി. ആ വാരികയിൽ പ്രഭ എന്നുള്ള ഒരു തൂലികാനാമത്തിൽ ബഷീർ ലേഖനങ്ങൾ എഴുതി, ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട് ലേഖനങ്ങൾ എഴുതി. അത് ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട് ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ. അവർ വാരിക കണ്ട് കെട്ടിയും ബഷീറിനെതിരായിട്ട് അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു. അങ്ങനെ അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ പിന്നെ അവിടെ നാട്ടിൽ നിന്നാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടി അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് ബഷീർ അവിടെ നിന്ന് നാട് വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സുഹൃത്തുക്കൾ അവരെല്ലാം നിർബന്ധം കൊണ്ട് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം നാട് വിടുന്നത്. കേരളം വിട്ട് അദ്ദേഹം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയാണ്.
വളരെ വിശാലമായ ലോകമാണ്. എല്ലായിടത്തും സഞ്ചരിച്ച് പല ഭാഷയും പഠിച്ച് ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യന്മാരുമായിട്ട് സംവദിച്ച് അറേബ്യയിലും ആഫ്രിക്കയിലും സഞ്ചരിച്ച് പല ജോലികൾ ചെയ്ത് ഉത്തരേന്ത്യയിൽ വെച്ച് അദ്ദേഹം ഹിന്ദു സന്യാസിമാരുടെ ഒപ്പം കഴിഞ്ഞിട്ടുണ്ട്, മുസ്ലിം സൂഫികളുടെ കൂടെ ദർഗകളിൽ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പല ജോലികൾ ചെയ്ത് കൈനോട്ടക്കാരനായി, പാചകക്കാരനായി, ഈ മാജിക് നടത്തുന്ന മജീഷ്യൻ്റെ അസിസ്റ്റൻ്റായി, പിന്നെ കപ്പൽ ജീവനക്കാരനായി. ഇവിടെ ബോംബെയിൽ നിന്ന് ജിദ്ദക്കുള്ള കപ്പൽ, ഹജ്ജിന് പോകുന്ന ഹജ്ജ് കപ്പൽ, അതിൽ ജോലി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 8-9 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ലോകം ചുറ്റൽ, അതിനിടയിൽ അദ്ദേഹം വളരെ വിഭിന്നരായ മനുഷ്യരെ കണ്ടുമുട്ടി. അവരുടെ വേദനകൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആർത്തി, അവരുടെ നിസ്സഹായത, മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, ഇതൊക്കെ ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരനെ ഉരുവാക്കിയത്. ഇതൊക്കെയാണ് ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരനെ ഉരുവാക്കിയത്. അതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം ഇത്ര ജനകീയമാക്കിയത്, നമ്മളെല്ലാം ആസ്വാദനത്തിൻ്റെ അങ്ങേ അറ്റത്ത് വരെ എത്തിച്ചു എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങൾ പകർത്തി വെച്ചതുകൊണ്ടാണ്. അദ്ദേഹം ഈ കോഴിക്കോട് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൊക്കെ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചേർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നാണ് തോന്നുന്നത്. ഇടതുപക്ഷ മനസ്സായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറായതും ഈ വ്യവസ്ഥിതിക്കെതിരെ കലഹിക്കാൻ തയ്യാറായതൊക്കെ അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കും അനീതിക്കും എതിരൊക്കെ അദ്ദേഹം ശക്തമായി എഴുതിയിട്ടുണ്ട്. സ്ത്രീ സമത്വത്തിന് വേണ്ടി അദ്ദേഹം എഴുതി, സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെ കുറിച്ച് എഴുതി, ജയിൽ പുള്ളികളെക്കുറിച്ച്, ഭിക്ഷക്കാരെക്കുറിച്ച്, വേശികളെക്കുറിച്ച്, സ്വർഗാനുരാഗികളെക്കുറിച്ച്, പട്ടിണിക്കാരെക്കുറിച്ച്, അങ്ങനെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരെക്കുറിച്ചെല്ലാം അദ്ദേഹം എഴുതി. അനുഭവങ്ങളുടെ തീവ്രതയോടെയാണ് അദ്ദേഹം ഇതെല്ലാം എഴുതിയത്. അദ്ദേഹം ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിച്ചു, ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുള്ളത് ബഷീർ തന്നെ ആയിരിക്കുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലഘു നോവല്, അത് വായിച്ചിട്ട് ചിരിക്കാത്ത മനുഷ്യരുണ്ടാവും. ഇപ്പോൾ ബഷീറിൻ്റെ ഭാഷയിൽ തന്നെ പറയും, ബഷീർ തന്നെ പറയുന്ന ബഷീറിൻ്റെ ഒരു പ്രയോഗമാണ് ഭൂമി മലയാളം. മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്നുള്ള നോവൽ വായിച്ചിട്ട് ചിരിക്കാത്ത ഒരു മലയാളി, അതേപോലെ ബാല്യകാല സഖി വായിച്ചിട്ട് കരയാത്ത ഒരു മലയാളിയും ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല. അനുഭവത്തിൻ്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ വിമർശനാത്മകമായി അത് എഴുതിയത്. ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവങ്ങൾ ശരിക്കും ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിനെ എഴുത്തുകാരനാക്കിയെന്ന് പറയുന്നത് വെറും ആലങ്കാരികമായിട്ടായിരിക്കില്ല, അതൊരു വസ്തുതയാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ എൻ്റെ തങ്കം എന്നുള്ള കഥ എഴുതാനുള്ള അതിൻ്റെ സംഭവം തന്നെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്. ബഷീർ ജോലിയില്ലാതെ എല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് എവിടെയെല്ലാം ലോകമെല്ലാം ചുറ്റിക്കറങ്ങി വന്ന് എറണാകുളത്ത് വന്ന് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ജയകേസരി എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപർ ഉണ്ടായിരുന്നു പത്മനാഭ പൈ. അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോലിയൊന്നുമില്ല, കഥ എഴുതി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് തരാൻ പറഞ്ഞു. അങ്ങനെ അതായത് ആ ഒരു വിശപ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം, അന്നത്തെ കാലത്ത് വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി, ഒരാവശ്യം, അതായത് അങ്ങനെയുള്ളൊരു സന്ദർഭം കൊണ്ടാണ് അദ്ദേഹം കഥ എഴുതണമെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം മുമ്പ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, മറ്റേ ഉജ്ജീവനം മാസികയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ധൈര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം കഥ എഴുതുകയാണ്. എൻ്റെ തങ്കം എന്നായിരുന്നു ആ കഥയുടെ പേര്. ആ കഥ ജയകേസരി മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പത്മനാഭ പൈ. ഇതാണ് ബഷീറിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കഥ എന്ന് പറയുന്നത് ഈ എൻ്റെ തങ്കമാണ്. ആ കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ആ കഥയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ, അതിൽ നായികയാണെങ്കിൽ കറുത്ത് 2 വിരൂപയായ ഒരു നായികയാണ്. ചട്ടുകാലും കോങ്കണ്ണും കൂനും ഉള്ള ഒരു യാചകനാണ് നായകൻ. ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടാണ് ഈ കഥ എഴുതേണ്ടത്, എൻ്റെ തങ്കം എന്നുള്ള കഥ. ആ കഥ പ്രസിദ്ധീകരിക്കാന്ന് വെച്ച അക്കാലത്ത്
അങ്ങനെയൊക്കെയുള്ള സാധ്യതകളില്ല. കാരണം അന്നൊക്കെ കൂടുതലും വരേണ്യവർഗത്തിലെ ആഢ്യന്മാരൊക്കെ ആയിരുന്നു അന്ന് കഥാപാത്രങ്ങളായി വരാറുള്ളത്. ആ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് കഥ എഴുതിയ ബഷീർ, ആ കഥ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ പത്മനാഭ ഭായി, അവരൊക്കെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ് വ്യവസ്ഥിതികളൊക്കെ മാറി മാറി വന്നതൊക്കെ. ഇങ്ങനെ അതൊക്കെ വ്യവസ്ഥിതികളൊക്കെ മാറിയതിലൊക്കെ ഒരു പങ്കൊക്കെ ഇതിനൊക്കെ ഉണ്ടാവും. ബഷീർ സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരെ കുറിച്ച് മാത്രമല്ല എഴുതിയത്, കൂട്ടത്തിൽ മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമുണ്ട് മതത്തിൽ. ആ ഒരു മതവിശ്വാസത്തിനെതിരായിട്ടാണ് അദ്ദേഹം ഈ കഥ എഴുതിയത്, ഭൂമിയുടെ അവകാശികൾ എന്ന കഥ. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളതെന്ന കാര്യം വളരെ സരസമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിൻ്റെ കഥ ഇത്രേ ഉള്ളൂ. ഒരു മുള്ളുവേലിയും ഇരുമ്പ് കയറ്റും വലിയ വീടുമൊക്കെ ആയി അത്യാവശ്യം സൗകര്യത്തോട് കഴിയുന്ന നായകൻ്റെ കോമ്പൗണ്ടിലേക്ക് ആരും ക്ഷണിക്കാത്ത അവകാശത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രകൃതിയിലുള്ള പക്ഷികളും ചിത്രശലഭങ്ങളും ചെതലുകളും എലികളും വിഷമുള്ള കരിന്തേളുകളും ഉറുമ്പുകളും ഒക്കെ കടന്നു വരികയാണ്. അവർ യഥാർത്ഥ അവകാശികളാണല്ലോ ഭൂമിയുടെ. അത് നായകൻ തിരിച്ചറിയുന്നതാണ് കഥയുടെ ഒരു കഥാതന്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും, പ്രായോഗിക ചിന്താഗതിക്കാരിയായ ഭാര്യ നായകനായിട്ട് നടത്തുന്ന വാദപ്രതിവാദത്തിൽ മനുഷ്യൻ്റെ നിസ്സഹായതയും സർവ്വചരാചരങ്ങളോടുള്ള വാത്സല്യവും അതൊക്കെ ബഷീർ വളരെ കാര്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മിശ്ര വിവാഹത്തെയും ഈ സ്ത്രീധനത്തിനെതിരായിട്ടും ഒക്കെ ഉള്ള എഴുതിയ ഒരു നോവലാണ് ഇത്, പ്രേമലേഖനം. ഈ അത് വളരെ ബഷീറിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നന്നായിട്ട് ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു നോവലാണ് ഈ പ്രേമലേഖനം. പ്രേമലേഖനത്തിൻ്റെ കഥ ഇത്രേ ഉള്ളൂ. ഈ കേശവൻ നായരും സാറാമയും, കേശവൻ നായർ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, സാറാമ അഭ്യസ്തവിദ്യയായ ഒരു യുവതിയാണ്. സാറാമ്മയുടെ വീടിൻ്റെ മേൽഭാഗത്താണ് കേശവൻ നായർ താമസിക്കുന്നത്. കേശവൻ നായർക്ക് സാറാമ്മനോട് പ്രേമം പ്രകടിപ്പിക്കാൻ വേണ്ടി കേശവൻ നായർ ഒരു പ്രേമലേഖനം എഴുതുകയാണ്. പ്രേമലേഖനത്തിൽ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇതൊന്നും ആയിട്ടല്ല, ഒരു ഓഫീസ് സ്റ്റൈലിലാണ് എഴുതുന്നത്, ഒരു ഔദ്യോഗിക ഭാഷയിൽ എഴുതുകയാണ്. ഈ സാറാമ്മ എന്നെ പ്രേമിക്കുക, എനിക്ക് സാറാമ്മയോട് പ്രേമമാണ്, സാറാമ്മ എന്നെ പ്രേമിക്കണം, ജോലി ഇല്ലാതെ നിൽക്കുന്ന സാറാമ്മക്ക് ഒരു ജോലി ഞാൻ തരാം, അതെന്നെ പ്രേമിക്കലാണ് ആ ജോലിക്ക് ഞാൻ ശമ്പളം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമലേഖനം എഴുതുകയാണ്. ആ സാറാമ്മയും ഈ കേശവൻ നായരും കൂടി പ്രേമാവുന്നു. ഈ പ്രേമാവുന്ന കേശവൻ നായരും സാറാമ്മയും കൂടി അവർ തമ്മിലുള്ള സംസാരം, ആ സംസാരത്തിലാണ് ഈ നടക്കുന്ന സ്ത്രീധനത്തിനെ കുറിച്ച്, സ്ത്രീയുടെ സ്വത്വബോധത്തിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് ഇവർ തമ്മിലുള്ള ചർച്ചകൾ ഇത് ചെയ്യുന്നുണ്ട് ഈ പ്രേമലേഖനം എന്ന് പറയുന്ന കൃതിയിൽ. ഈ പ്രേമലേഖനത്തിൽ ഒരു സ്ത്രീയുടെ സ്വത്വബോധം, അന്ന് സ്വത്വബോധം എന്നൊക്കെ പറയുന്ന, സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്ന, ലിംഗസമത്വം എന്നൊന്നും പറയണമെന്നൊന്നും അന്നൊന്നും വന്നിട്ടില്ല എന്ന് തോന്നും, നമ്മുടെ നാട്ടിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നറിയില്ല. ആ സമയത്ത് സാറാമനെ കൊണ്ട് ബഷീർ ആ ഒരു സ്വത്വബോധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് സാറാമയും കേശവൻ നായരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുകയാണ്. ചായ കുടിക്കാൻ കയറുമ്പോൾ കേശവൻ നായർ 2 ചായക്ക് ഓർഡർ ചെയ്യുകയാണ്. 2 ചായ ഓർഡർ ചെയ്യുമ്പം സാറാമ്മ നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് ചായയല്ല കാപ്പിയാണ് വേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഭർത്താവ് ചായ മേടിച്ചു കൊടുത്താലും കാപ്പി മേടിച്ചു കൊടുത്താലും എന്താണ് മേടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഭാര്യ മിണ്ടാണ്ട് കുടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ആവശ്യം കാപ്പിയാണെന്നും ആ കാപ്പിയാണ് എൻ്റെ ആവശ്യം അനുസരിച്ചാണ് ഞാൻ കുടിക്കേണ്ടതെന്നും തുറന്നു പറയുകയാണ്. അതായത് സ്ത്രീയുടെ ഒരു അവകാശബോധം അവിടെ പ്രകടിപ്പിക്കുകയാണ് സാറാമ്മനെ കൊണ്ട്. അങ്ങനത്തെ ഒരു കൃതിയായിരുന്നു പ്രേമലേഖനം. ഇപ്പോൾ മുകളിൽ ഗിരീഷ് സഖാവ് സൂചിപ്പിച്ചു പ്രേമലേഖനം നിരോധിച്ച കാര്യം. അന്ന് ഈ 42-43 കാലഘട്ടത്തിലാണ് ഈ പ്രേമലേഖനം എഴുതുന്നത്. അന്ന് ജയിലിൽ കിടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അന്ന് തിരുവിതാംകൂർ ജയിലിൽ കിടക്കുകയാണ്. പൂജപ്പുര ജയിലിൽ കിടക്കുകയാണ്. കിടക്കണ കാര്യം ഇത് ഇയാൾക്ക് വേണ്ടി സർ സി പിക്കെതിരായിട്ട് ലേഖനം എഴുതിയെന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിട്ടേക്കായിരുന്നു. സർ സി പിക്കെതിരായിട്ട് ലേഖനം എഴുതിയെന്നും പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിട്ടിട്ട് അവിടെ നിന്ന് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുകയായിരുന്നു ബഷീർ. ജയിലിൽ തന്നെ എഴുതിയ കഥയാണ് ഇത്
പ്രേമലേഖനം ആ കാലഘട്ടത്തിൽ എഴുതിയാണ്, 42-43 കാലഘട്ടത്തിൽ. മതിലുകൾ നോവൽ എഴുതിയതും അതേ കാലത്ത് തന്നെയാണ്, ഈ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. അത് പിന്നെ അത് ഈ സർ സി പി ഒക്കെ മാറിയതിന് ശേഷം, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ നിരോധനമൊക്കെ മാറ്റി ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. അതിലിവർ ഇതിനെക്കുറിച്ച് ഇത് നിരോധിക്കാനുള്ള കാരണം, ഈ പ്രേമലേഖനം നിരോധിക്കാനുള്ള കാരണം രാജ്യദ്രോഹമല്ല, അത് ഇതാണ്, ഇവർ സദാചാര വിരുദ്ധം ആരോപിച്ചിട്ടാണ്. അതായത് ഈ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കണത്, അതേപോലെ സ്ത്രീധനത്തിനെതിരായിട്ട് പറയണത്, പിന്നെ ഈ സാറാമ്മ ഒരു സ്ത്രീനെ കൊണ്ട് ഇത്ര ഇതോടുകൂടി അതൊരു സ്വത്വബോധം പ്രകടിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവർക്ക് അന്നത്തെ കാലത്ത് ഇതായിട്ട് തോന്നിയത്, സദാചാര വിരുദ്ധമായിട്ട് തോന്നിയത് ഈ വക കാര്യങ്ങളാണ്. ഇന്നൊക്കെ നമുക്കതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിരിച്ച് തലകുത്തും. അങ്ങനത്തെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ബഷീർ പലപ്പോഴും രചനകൾ അദ്ദേഹം എഴുതുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും ഒരു ഭ്രമാത്മക മാനസികാവസ്ഥയിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരുതരം ഉന്മാദാവസ്ഥ മാതിരി മനസ്സിൻ്റെ താളം തെറ്റാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും. അപ്പോൾ വരുന്ന ഒരു വെളിപാട് പോലെ വരുന്ന കഥകളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതിപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് ഈ ബാല്യകാലസഖി എന്നുള്ള നോവൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം അടങ്ങിയ നോവലാണെന്നാണ് പറയണത് ഈ ബാല്യകാലസഖിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയത്തിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഇദ്ദേഹം നാട് വിട്ടുപോയി കൽക്കത്തയിൽ ഒരു കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകി, അതായത് ഈ ബാല്യകാലസഖിയിലെ സുഹറയായിട്ട് വരുന്ന ആ കഥാപാത്രം ഇദ്ദേഹത്തിനോട് വന്ന് പറയുകയാണ്, ഞാൻ മരിച്ചു, എന്നെ അടക്കം ചെയ്തു. സത്യത്തിൽ അങ്ങനെ സമയത്ത് അവിടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറയണത്. ആ അദ്ദേഹത്തിൻ്റെ പ്രണയിനി മരിച്ചിട്ടുണ്ടായിരുന്നാണ് പറയണത്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലാണ് വന്നത്. അതിൽ നിന്ന് ആണ് അദ്ദേഹത്തിന് ഈ നോവൽ എഴുതുന്നത്, ബാല്യകാലസഖി എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. അത് വളരെ വളരെ വികാരതീവ്രമായ ഒരു നോവലാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കായാലും നമ്മുടെ കണ്ണ് നനയും. അതിന് MP പോൾ സാറ്, പ്രശസ്ത നിരൂപകൻ MP പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ്, വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് MP പോൾ സാറ് പറഞ്ഞത്. അത്ര നല്ലൊരു നോവലാണ്. ആ നോവല് സിനിമ ആക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ പ്രേംനസീറും ഷീലയൊക്കെ അഭിനയിച്ചത്. പിന്നെ അതിപ്പോൾ രണ്ടാമത് മമ്മൂട്ടിയും ഇഷാ തൽവാറൊക്കെ അഭിനയിച്ചിട്ട് സിനിമ ആക്കി. അത്രയും നല്ലൊരു നോവലായിരുന്നു ബാല്യകാലസഖി. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിലുണ്ട് എഴുതിയതെന്ന് പറയുന്നത് ഈ നമ്മൾ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയാക്കിയ ഒരു കഥ, അതെൻ്റെ നീലവെളിച്ചം എന്നുള്ള കഥ. ഈ നീലവെളിച്ചം എന്നുള്ള കഥ ഇതിനെ എഴുതിയത് ബഷീർ തന്നെ ഒരിക്കൽ പറയേണ്ടതായിട്ടുണ്ട്. ബഷീർ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ, ഇപ്പോഴത്തെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്ത്, അന്ന് അതിനെ പറയുന്നത് ഷൺമുഖം റോഡ് എന്നാണ് പറയണത്. ഇപ്പോഴത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള ഇപ്പോഴത്തെ മീഡിയൻ ആ റോഡിൻ്റെ നടുവിലുള്ള അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയായിരുന്നു അരമതിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് അപ്പുറത്ത് കംപ്ലീറ്റ് കായലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരുന്നു, കായലായിരുന്നു. ഏകദേശം 70-75 വരെയും അവിടെ കായലായിരുന്നു. അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് പിന്നെയാണ് അത് ഇത് വളച്ച് കെട്ടി അവിടെ JCDA പറയിട്ട്. അന്ന് ഈ കായലിൻ്റെ നടുവിൽ ഈ ഇടയ്ക്കിടയ്ക്ക് നീല വെളിച്ചം കാണും. വെമ്പനാട്ട് കായലിലുള്ള ഒരു പ്രതിഭാസമാണ്. ഈ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ഇതിൻ്റെ അകത്ത് ഒരു കമരടിക്കണം എന്ന് പറയും, കവരടിക്കണം എന്ന് അതിനെ പറയാം. ഒരു ഫംഗസാണത്, വെള്ളത്തിലുള്ളൊരു ഫംഗസാണ്, നീല വെളിച്ചം കാണും. അത് ബഷീർ അവിടെ പോയിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കായലിൻ്റെ നടുവിൽ നീല വെളിച്ചം ഇങ്ങനെ കിടന്ന് മിന്നണ കണ്ടു. അപ്പം എന്താണെന്നുള്ളൊരു അന്വേഷണം, ഒരു ത്വര വന്നു, എന്താണെന്ന് അറിയാനുള്ള ചിന്ത, അതെന്താണെന്നുള്ളതിൻ്റെ അതെങ്ങനെ പുള്ളി പിന്നെ ഒരു കഥയായിട്ട് രൂപപ്പെട്ടു. പിന്നെ അതൊരു പ്രേതത്തിൻ്റെ ഒരു ഇതായിട്ട്, അതായത് ഒരു ഫ്രണ്ട്ലി ഗോസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഇത്, എഴുത്തുകാരനായ നായകനും ഈ പ്രേതവും തമ്മിലുള്ള ഒരു ബന്ധം, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ വന്നത്. പടം നല്ലൊരു നോവലാണത്. സിനിമ നന്നായിട്ട് വന്നിരുന്നു. അതായിരുന്നു ബാല്യകാലസഖി. അതും ബഷീർ ഈ പറഞ്ഞ മാതിരി ബഷീറിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിൽ എഴുതിയതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ബഷീറിൻ്റെ കൃതികളെക്കുറിച്ച് അങ്ങനെ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൃതികളില്ലേ. അതിനെക്കുറിച്ചൊക്കെ എത്രയെന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ എല്ലാത്തിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ പോരാണ്ട് വരും. ഇപ്പോൾ പട്ടാളക്കാർക്കിടയിലെ ലൈംഗികതയെക്കുറിച്ചും സ്വവർഗാനുരാഗത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം, ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവലിൽ. അതേപോലെ
ഈ തറവാട്ടിൽ പഴയ മുസ്ലിം തറവാടുകളിൽ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, പഴയ തറവാട്ടുകാരുടെ, അതായത് ഉപ്പ ആനപ്പുറത്തിരിക്കും, ഉപ്പ ആനപ്പുറത്തിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ചന്തി തപ്പി നോക്കും, തഴമ്പുണ്ടോന്ന്, ആനപ്പുറത്തിരുന്ന് തഴമ്പുണ്ടോന്ന് നോക്കണം. അതങ്ങനെ പറയണത്, അതായത് പണ്ടത്തെ ആ വലിയ ഇതും പറഞ്ഞ് പെരുമയും പറഞ്ഞ് കയ്യിലിപ്പൊന്നും ഉണ്ടാവില്ല, ഇപ്പം ആകെ മുടിഞ്ഞ് നാരണക്കല്ല് തോണ്ടിയിട്ടുണ്ടാവും, ഒരു വസ്തു ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പഴയതും പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെയൊക്കെ കുറിച്ച്, അതായത് സമുദായത്തിലുള്ള ഒരു ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ, അവരെക്കുറിച്ചൊക്കെ വിമർശിച്ചും കൊണ്ടുള്ളതായിരുന്നു ഇത്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നോവലും. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അത് പുതിയ തലമുറയിലെ പെൺകുട്ടി, അത് മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ളൊരു ചൂണ്ടുവരലായിരുന്നു ഈ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അതിലെ നായിക ചോദിക്കുന്നുണ്ട്, എന്നെ എന്തുകൊണ്ട് പഠിപ്പിക്കണില്ല, വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, മുസ്ലിം സമുദായം എന്തുകൊണ്ട് പിന്നോക്ക് മാറി നിൽക്കുന്നു. പണ്ടത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, കച്ചവടം മതി എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അന്നൊക്കെ. അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് മുസ്ലിം പെൺകുട്ടി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വിമർശനാത്മക ഒരു ഇതായിരുന്നത്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഒരു ആക്ഷേപഹാസ്യം വരുന്നത്. അതേപോലെ സ്വന്തം വീട്ടിലെ തന്നെ സ്വന്തം സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട് അദ്ദേഹം ഈ പറയുന്ന, അതും ഈ പുള്ളി മാനസികമായിട്ട് ഇത്തിരി മാനസികമായി മനസ്സിൻ്റെ സമനില തെറ്റിയിരിക്കുന്ന സമയത്ത് നാട്ടിൽ പോയി നിൽക്കുക, വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം എഴുതിയിരുന്ന നോവലാണ് പാത്തുമ്മയുടെ ആട്. അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രശസ്തമായ ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. കഥാപാത്രങ്ങളൊക്കെ സ്വന്തം സഹോദരിമാരുമാണ്. പാത്തുമ്മയുടെ ആട്. അതേപോലെ മതിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിനിമ കണ്ടിട്ടുണ്ടാവും, നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടാവും. മതിലിൻ്റെ അപ്പുറത്തുള്ള പെണ്ണുങ്ങളുടെ ജയിലിലുണ്ടാകുന്ന നാരായണി, ഇപ്പുറത്ത് നിൽക്കുന്ന ബഷീർ തന്നെയാണ് ഇപ്പുറം നിൽക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു പ്രേമം, നേരിൽ കാണാതെ മനസ്സുകൊണ്ടുള്ള ഒരു പ്രേമം, അങ്ങനെയുള്ള മതിലുകൾ നോവല്. പിന്നെ കണ്ടംപറയൻ എന്ന് പറയുന്നൊരു ഇതിനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ നോവല്, അതും വളരെ ആക്ഷേപഹാസ്യ നോവലായിരുന്നു. അതിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ ഇതിലോ ആനവാരിയും പൊൻകുരിശും ഇവരൊക്കെ തന്നെയാണ്. ആനവാരിയും പൊൻകുരിശും മണ്ടൻ മുത്തപ്പയൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തും കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സ്ഥലത്തെ പ്രധാന ദിവ്യനിലെ ഇതാണ് സാമൂഹ്യ രാഷ്ട്രീയ വിമർശനമായിരുന്നു, ആക്ഷേപഹാസ്യ നോവലായിരുന്നു. പിന്നെ വിശപ്പ് പ്രമേയമാക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വിശപ്പ് എന്നുള്ള പേരിൽ തന്നെ ചെറുകഥ. പിന്നെ ജന്മദിനം എന്ന് പറഞ്ഞ ചെറുകഥ. അങ്ങനെയൊക്കെ ഈ വിശപ്പിനെ പ്രമേയമാക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്ന ഒരു കൃതിയായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് വളരെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം ഉരുവാവണത്, ഒരു വിഷയത്തിന്, ഒരു ചെറിയൊരു വിഷയത്തിന് എത്ര പർവ്വതീകരിച്ച് അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ എങ്ങനെ നടത്തുന്നു, ഒരു മന്ത്രിസഭയെ തന്നെ മറിച്ചിടുന്ന, രാജ്യത്തിൻ്റെ തന്നെ പ്രസിഡന്റിന് വരെ തലവേദന ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കേസ്, ഒരാളുടെ ഒരു മൂക്ക് നീണ്ടു വരുന്നത്, അത് പിന്നെ അത് വളരെ വളരെ ബഷീറിൻ്റെ ഏറ്റവും നല്ല കൃതികളിലൊന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. അതങ്ങനെയുള്ള വിശ്വവിഖ്യാതമായ മൂക്ക്. പിന്നെ ഇതിന് പിന്നെ വേറൊരു ഭഗവത്ഗീതയും കുറെ മുലകളെന്ന് പറയുന്ന ഒരു കഥാസമാഹാരം. അതിൽ വളരെ പ്രശസ്തമായൊരു ജാതി മതചിന്തകൾക്കൊക്കെ എതിരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മതചിന്തയൊക്കെ പരിഹസിച്ചുകൊണ്ട് ബഷീർ എഴുതിയാണ്. അദ്ദേഹം തന്നെയാണ് കേന്ദ്ര കഥാപാത്രം. അതിൽ മറ്റുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നവർ വലിയ പ്രശസ്തരായിട്ടുള്ളവരായിരുന്നു. KTKM വാസുദേവൻ നമ്പൂതിരിപ്പാട്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ജോസഫ് മുണ്ടശ്ശേരി മാഷ്, അങ്ങനെ പ്രശസ്തരായവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ശരിക്കും ജാതി മതചിന്തകൾക്കൊക്കെ എതിരായിട്ട് അദ്ദേഹം എഴുതിയൊരു കൃതിയായിരുന്നു ഒരു ഭഗവത്ഗീതയും കുറെ മൂലകളും. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഇതായിരുന്നു, ഹാസ്യ കൃതിയായിരുന്നു മുച്ചീട്ട് കളിക്കാരൻ്റെ മകള്. അതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ചായക്കടയും, അതായത് മുച്ചീട്ട് കളിക്കാരൻ എന്ന് പറയുന്നത് ഒറ്റക്കണ്ണം പോക്കരാണ്. ഒറ്റക്കണ്ണം പോക്കർ എന്ന് പറയുന്നത് മുച്ചീട്ട് കളിക്കാരന് അങ്ങേരെ മോള് സൂറ, അങ്ങേരെ മോളുടെ ഒരു സൂറ അവിടെ ചായ കുടിക്കാൻ വരുന്ന കഥാപാത്രങ്ങൾ മണ്ടമുത്തപ്പയും പിന്നെ നമ്മ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞ കഥാപാത്രം അതിലാണ്.
അത് അതൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതൊക്കെ വിശദീകരിക്കാൻ തന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകിപ്പോവും, സഹാക്കൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. അതൊക്കെ വായിക്കേണ്ട കൃതികളാണ്. അങ്ങനെ ഒരുപാട് കൃതികൾ ബഷീറിനെ കൃതികളെ കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ബഷീർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രണ്ട് കൃതികൾ മരിച്ചതിന് ശേഷം ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പ്രേംപാറ്റ, പിന്നെ ഒന്ന് ഇതെല്ലാം ലേഖന സമാഹാരം. പ്രേംപാറ്റ ഇതായിരുന്നു, കത്തുകളുടെ സമാഹാരമായിരുന്നു. പിന്നെ യാ ഇലാഹി, യാ ഇലാഹി ലേഖന സമാഹാരമൊക്കെ രണ്ടെണ്ണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും ലേഖന സമാഹാരങ്ങളും പ്രഭാഷണങ്ങളും പിന്നെ തെരഞ്ഞെടുത്ത കത്തുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കൃതികളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. അതിനൊക്കെ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരവും പുരസ്കാരങ്ങളായിട്ടൊക്കെ ലോകം കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ എന്തോരം പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ പുരസ്കാരം കിട്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡെലിറ്റ് ബിരുദം, സംസ്കാര ദീപ അവാർഡ്, പ്രേംനസീർ അവാർഡ്, ലളിതാംബിക അന്തർജന അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ. അതിലുപരി കോടിക്കണക്കിന് ജനങ്ങളുടെ അംഗീകാരം. അതാണല്ലോ മരിച്ച് 30 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന മലയാള സാഹിത്യകാരന്മാരിൽ ഒരാൾ ഇപ്പോഴും അദ്ദേഹമാണല്ല. അത് ഇന്നിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടി വരുന്ന പേര്, അതിലൊരാളുടെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ആയിരിക്കുള്ളൂ. അത് അദ്ദേഹം ഈ അംഗീകാരമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് അർഹിക്കപ്പെട്ടത് തന്നെയാണ്. അത് സാധാരണ മനുഷ്യൻ്റെ പച്ചയായ ജീവിതാനുഭവങ്ങളാണ് നോവലായിട്ടും കഥകളായിട്ടും ഒക്കെ അദ്ദേഹം നമുക്ക് പകർന്നു തന്നത്. എം വിജയൻ മാഷ് പറഞ്ഞ പോലെ കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം. ശരിയാണ്, ആ ഒറ്റമരത്തിൻ്റെ തണലിൽ ഇന്നും ഇവിടെയുണ്ട്. ആ തണലിലിരുന്ന് നമ്മൾ മലയാളികൾ പലതും വായിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ബഷീർ കണ്ടെത്തിയ ഭാഷക്കുള്ളിലെ ഭാഷ, ബഷീറിൻ്റെ ഡുങ്കുടു, ചപ്ലാച്ചി, കൾട്ടാപ്പൻ, ഗടാഗടിയൻ, പളുങ്കൂസ്, ബടുക്കൂസ് പോലുള്ള അങ്ങനെയുള്ള വാക്കുകൾ അത് നമ്മുടെ ആസ്വാദന മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പറയാൻ പോയാൽ ഇനിയും ബേപ്പൂർ സുൽത്താനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാസാഹിത്യകാരൻ്റെ പച്ച മനുഷ്യൻ്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും എന്നെ ഇതുവരെ കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അഭിവാദനങ്ങൾ. ലാൽ സലാം സാഹുക്കൾ.